നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ വികട സരസ്വതി നാവിൽ വിളയാടി എം മണിയായിരുന്നു വാർത്തകളിലെ ചർച്ചാ വിഷയം. ഇപ്പോൾ മലയാളികൾക്ക് എം മണിയുടെ വികട സരസ്വതിയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. പക്ഷെ അത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്ന ഒരു സമൂഹം പറയുന്നുമുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ഇത്തരം വാക്കുകളൊന്നും തന്നെ അത് ശരിയാവില്ല എന്ന് പറയുന്നു. ഇപ്പോഴാ വലിയ രീതിയിൽ മറ്റൊരു എം മണിക്ക് എതിരെ ഒരു പോസ്റ്റ് ഇട്ട കോൺഗ്രസ് വനിതാ നേതാവിനെതിരെ വിമർശനവും ഒക്കെ തന്നെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെതിരെയും മുതിർന്ന നേതാവ് PJ കുര്യനെതിരെയും എം മണി നടത്തിയ അധിക്ഷേപ പ്രസംഗം വിവാദമായതിന് പിന്നാലെ CPM നേതാവിന് എതിരെ അധിക്ഷേപ പോസ്റ്റുമായി മഹിളാ കോൺഗ്രസ് നേതാവ് രംഗത്തെത്തിയിരുന്നു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു ചന്ദ്രനാണ് പോസ്റ്റ് ഇട്ടത്. ചിമ്പാൻസിയുടെ മുഖവുമായി സാദൃശ്യപ്പെടുത്തി എഡിറ്റ് ചെയ്ത എം മണിയുടെ ഫോട്ടോയാണ് ബിന്ദു ചന്ദ്രൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിനെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. നേരത്തെ തന്റെ അധിക്ഷേപ പ്രസംഗത്തിൽ എം മണി MLA ഡീൻ കുര്യാക്കോസ് ഷണ്ടനാണെന്നും ചത്തതിനൊക്കുവെ ചിരിച്ചിരിക്കുന്നത് എന്നും ഇടുക്കി തൂക്കുപാലത്തെ പാർട്ടി പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിൽ എം മണി പരിഹസിച്ചിരുന്നു. ബ്യൂട്ടി പാർലറിൽ കയറി പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നടപ്പാണെന്നും കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്നും പറഞ്ഞിരുന്നു. മുൻ MP J കുര്യാക്കോസ് പെണ്ണുപിടിയനാണെന്നും അധിക്ഷേപം നടത്തിയിരുന്നു. എം മണിയുടെ പ്രസംഗത്തിൽ നിന്നുള്ള വാക്കുകൾ ഇങ്ങനെയാണ്: ഹോ, പൗഡറൊക്കെ പൂശി ഒരാളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇപ്പോ ഡീൻ ശബ്ദിച്ചോ? ചത്തതിനുമൊക്കെ ചിരിച്ചിരിക്കും. അതല്ലേ ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിനു വേണ്ടി? പാർലമെന്റിൽ ശബ്ദിച്ചോ? പ്രസംഗിച്ചോ? എന്തു ചെയ്തു? ചുമ്മാതെ വന്നിരിക്കുകയും പൗഡർ പൂശി ബ്യൂട്ടി പാർലറിൽ കയറി വെള്ള പൂശി പടവുമെടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്കു വേണ്ടി ശബ്ദിക്കാതെ, വർത്തമാനം പറയാതെ ഷണ്ടൻ അല്ലേ? കഴിഞ്ഞ കുറച്ച് വോട്ട് ചെയ്തവരൊക്കെ അനുഭവിച്ചോ? ഇനിയും വന്നിരിക്കുകയാ, ഞാനിപ്പോ ഉണ്ടാക്കും, ഒലത്തും എന്നൊക്കെ പറഞ്ഞ്. നന്നായി ഒലത്തിക്കോളും, നന്നാക്കും ഇപ്പോൾ. അതുകൊണ്ടുണ്ടല്ലോ കെട്ടിവെച്ച കാശ് കൊടുക്കാൻ പാടില്ല. നീതിബോധം ഉള്ളവരാണേ. അതിനുമുണ്ട് PJ കുര്യൻ. കുര്യന് വേറെ പണിയായിരുന്നു, പെണ്ണുപിടി. എന്തെല്ലാം കേസുകളാണ് ഉണ്ടായത്, എല്ലാം നമ്മൾ മറന്നോ എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ബിന്ദുകൃഷ്ണ വലിയ രീതിയിൽ പോസ്റ്റുകൾ ഇടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ആ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളൊക്കെ തന്നെ വരുന്നുണ്ട്. ചൂട് കൊണ്ട് കാട്ടിൽ നിന്നും ഇറങ്ങിയതാണെന്ന് ഇതിനെ പിന്തുണച്ചുകൊണ്ട് പറയുന്നവരുമുണ്ട്. പക്ഷേ മറ്റു ചിലർ അടിമക്കമ്മികൾക്ക് അതേ നാണയത്തിൽ കൊടുക്കണമെന്നും പറയുന്നു. അങ്ങനെ രണ്ടും കൂടി കലർത്തിയിട്ടുള്ള, അതായത് സപ്പോർട്ട് ചെയ്തും അതുപോലെ തന്നെ അല്ലാതെയും ഒക്കെ തന്നെ ഉള്ള പരാമർശങ്ങളൊക്കെ തന്നെ ഇതിന് താഴെ വരുന്നുണ്ട്. മാത്രമല്ല വളരെ കടന്നാക്ഷേപവും നടത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നുമുണ്ട്. എന്തായാലും ബിന്ദു ചന്ദ്രൻ അവസാനമായിട്ടൊരു പോസ്റ്റ് ഇങ്ങനെയാണ്: അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ പൊക്കോട്ടെ, അല്ല ആ പോസ്റ്റിൽ ഞാൻ എവിടെയാണ് എം മണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് എന്നാണ്. വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളൊക്കെ തന്നെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൈരളി വാർത്തയടക്കം അതിനെ വലിയ വാർത്തയാക്കുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും എം മണിക്കെതിരെയുള്ള, അല്ലെങ്കിൽ എം മണി നടത്തിയ പരാമർശവും എം മണിക്കെതിരെ പോസ്റ്റ് ഇട്ടതും ഒക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു.